മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിന്റെ പ്രാധാന്യവും വിശ്വാസ പഠനത്തിന്റെ അനിവാര്യതയുമാണ് സൂചിപ്പിച്ചു വെച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച കിതാബു തൗഹീദ്, തൗഹീദിന്റെ പുസ്തകം, തൗഹീദിന്റെ ഗ്രന്ഥം, അതിന്റെ ചില പോരിശകളും പ്രത്യേകതകളുമാണ് പറഞ്ഞു വെച്ചത്. അതിന്റെ ഒരു ചെറിയ തുടർച്ചയാണ് ഇന്നുള്ള ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ജീവചരിത്രം വളരെ ചുരുക്കി മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസിന്റെ നമ്മുടെ ലക്ഷ്യം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിതാബു തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ അഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദില്ല റഹിമഹുല്ല, അദ്ദേഹം ഈ ഒരു കിതാബിനെ കുറിച്ച് പറയുന്നത് ഹുവ കിതാബുൻ ഫർദുൻ ഫീ മഅനാഹു ലം യസ്ബിഖ്ഹു ഇലൈഹി സാബിഖുൻ വലാ ലഹിഖഹു ഫീഹി ലാഹിഖുൻ. ഈ കിതാബു തൗഹീദ് എന്ന പുസ്തകം, ഇങ്ങനെ ഒരു ഗ്രന്ഥം കഴിഞ്ഞ കാലഘട്ടത്തിലോ വരാനിരിക്കുന്ന കാലഘട്ടത്തിലോ ഒരാളും തന്നെ രചിച്ചിട്ടില്ല. അത്രയും അനിവാര്യത നിറഞ്ഞ വിലപ്പെട്ട ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് എന്ന് തന്റെ പേരക്കുട്ടി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കിതാബിൽ അടങ്ങിയിരിക്കുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും സഹാബാക്കളുടെ സംസാരങ്ങളുടെയും താബിഈകളുടെ കൗലുകളുടെയും എല്ലാം എണ്ണത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കിതാബിൽ ഏകദേശം 80ഓളം ആയത്തുകളാണ് മുസന്നിഫ് കൊണ്ടുവന്നിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല 80 ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 132 ഹദീസുകൾ, 32 സ്വഹാബത്തിന്റെ അഖ്വാലുകൾ, സ്വഹാബത്ത് വിശദീകരിച്ച കൗലുകൾ 32 എണ്ണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. താബിഈങ്ങളുടെ കൗലുകൾ 40 എണ്ണം. അങ്ങനെ 284 മൊത്തത്തിൽ തെളിവുകൾ കൊണ്ടുവന്നതായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക 284 തെളിവുകളാണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ചെയ്യുക, ഒരു തലവാചകം കൊടുക്കുകയാണ് ചെയ്യുക, ഒരു തലക്കെട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ തലക്കെട്ടിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കുല്ലു ബാബിൻ മിൻഹു ഖാഇദത്തുൻ മിനൽ ഖവാഇദ്, എല്ലാ തലവാചകവും ഒരു അടിസ്ഥാനമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കൊണ്ടുവരുന്ന ഓരോ തലവാചകവും അടിസ്ഥാനങ്ങളാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട, കാണാതെ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനങ്ങളാണ്. യൻബഗി അലൈഹാ കസീറുൻ മിനൽ ഫവായിദ്, ഒരുപാട് യൻബനി അലൈഹാ കസീറുൻ മിനൽ ഫവായിദ്, ഒരുപാട് ഉപകാരങ്ങൾ ആ തലവാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണ അറബിയിൽ ഗ്രന്ഥം രചിക്കപ്പെടുക 2 ശൈലിയിലാണ്. അതിലൊരു ശൈലിയാണ് ഈ കിതാബു തൗഹീദിന്റെ രചന എന്നത്. അതായത് ആദ്യം ചെറിയ രൂപത്തിൽ വളരെ ചുരുക്കി ഒരു കാര്യം എഴുതുകയും ശേഷക്കാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ശൈലി എന്നത്. ആ ശൈലിയിലാണ് കിതാബു തൗഹീദ് രചിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ, വളരെ സംക്ഷിപ്തമായ രൂപത്തിലാണ് രചിക്കപ്പെട്ടത്. എന്നാൽ അതിന് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 175 വിശദീകരണ ഗ്രന്ഥങ്ങളാണ് ഈ ഒറ്റ ഒരു പുസ്തകത്തിനു വേണ്ടിയിട്ട് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. 185 വിശദീകരണത്തിന്റെ പുസ്തകങ്ങൾ. അതോടൊപ്പം തന്നെ ഉലമാക്കൾ അവിടെയുള്ള രാജാക്കന്മാരോടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകളോടും അവർ കിതാബു തൗഹീദ് നിങ്ങൾ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കണമെന്നും എല്ലാ പള്ളികളിലും കിതാബു തൗഹീദ് വായിക്കണമെന്നും അവർ നസീഹത്ത് നൽകാറുണ്ടായിരുന്നു, ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല, അദ്ദേഹം ഒരു ഖാലിയോട് അദ്ദേഹം പറയുകയുണ്ടായി, വഅലൈക അൻ തുഅയ്യിന വഖ്തൻ മിൻ ഔഖാതിക്, നീ ഒരു സമയം നിർണ്ണയിക്കണം. തജ്ലിസു ഫീഹി ഫിസ്സൂഖി യുഖറഉ അലൈക ഫീ കിതാബി തൗഹീദ്, അങ്ങനെ നീ അങ്ങാടിയിൽ പോയി ഒരു സ്ഥലത്ത് കിതാബു തൗഹീദ് നീ വായിക്കണം, നീ
കിതാബു തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നിങ്ങനെ ഉലമാക്കൾ നിരന്തരം പ്രോത്സാഹനം നൽകിയ, ആളുകളെല്ലാം വായിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന രൂപത്തിൽ പഠിപ്പിച്ച ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം. ഇതിനെക്കുറിച്ച് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് ഫസാറ അലമൻ ലിൽ മുവഹിദീൻ, മുവഹിദീങ്ങളുടെ അടയാളമാണ് ഈ കിതാബു തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുവഹിദീങ്ങളുടെ അവലംബമാണ്. വഹുജ്ജ അലൽ മുൽഹിദീൻ, നിരീശ്വരവാദികൾക്കെതിരെയുള്ള തെളിവാണ്. ഫൻതഫഅ ബിൽ ഖൽഖുൽ കസീർ വൽ ജംഉൽ ഗഫീർ, ഒരുപാട് ആളുകൾ ഈ ഗ്രന്ഥം വായിക്കുകയും തൗഹീദ് മനസ്സിലാക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഈ ഒരു കിതാബ് വായിക്കുകയാണ് എങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പോരിശ എത്രത്തോളം ഉണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അടുത്ത ഒരു വിഷയം എന്നത് ഒരു ഇന്ത്യയിലെ ആലിമും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിതാബു തൗഹീദ് ഉണ്ടാക്കിയ ഒരു മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കഥയാണ്. ഉള്ള ഒരു സംഭവം, നടന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയിലുണ്ടായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് അദ്ദേഹം കേട്ടതെല്ലാം കളവാണ്. ആ കളവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. എല്ലാ സന്ദർഭത്തിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കാഫിർ എന്നും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ശാപം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നിങ്ങനെയെല്ലാം ലഅനത്ത് ചൊല്ലിയിരുന്നു എന്നാണ്. അവിടെയാണ് നമ്മൾ ആ കഥയുടെ തുടക്ക ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ അൽ ബക്രി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നജിദുകാരനാണ്. അദ്ദേഹം നജിദിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അങ്ങനെ അദ്ദേഹം അറിവ് പഠിച്ചിട്ട് അദ്ദേഹം ഒമാനിൽ വെച്ച് അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. അബ്ദുറഹ്മാൻ അൽ ബക്രി എന്ന് പറയുന്ന വ്യക്തി ഒമാനിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം പണം ചെലവഴിച്ച് ഒരു സ്ഥാപനം ആരംഭിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം അദ്ദേഹം പണം ചെലവഴിച്ചിട്ടാണ് ആ സ്ഥാപനം കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്ഥാപനം മുന്നോട്ട് പോയി. കുറച്ചു കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ അദ്ദേഹം കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് യാത്ര പോകുന്നു. ആ ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് ഈ പറയപ്പെട്ട പണ്ഡിതനെ കാണാനിടയാകുന്നത്. അങ്ങനെ ഈ പറയപ്പെട്ട പണ്ഡിതന്റെ ദർസിലിരിക്കുന്ന സമയത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പറയുന്ന അബ്ദുറഹ്മാൻ അൽ ബക്രി ഈ പണ്ഡിതനോട് സംസാരിക്കുകയും ആ പണ്ഡിതൻ ആ സമയത്ത് അബ്ദുറഹ്മാൻ അൽ ബക്രിയോട് പറയുകയുണ്ടായി, അന ഉജീദുൽ അറബിയ, ഞാൻ അറബി നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണ്, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുമാണ്. പക്ഷേ ലാകിൻ ഉഹിബ്ബു അൻ അസ്മഅഹാ മിൻ അഹ്ലിഹാ, പക്ഷെ അറബികൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ അൽ ബക്രി അദ്ദേഹത്തോട്, ഒമാൻ നജിദുകാരനാണ്, നല്ല അറബിയിൽ സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്, അദ്ദേഹം അറബ് നാട്ടുകാരനാണ്. അങ്ങനെ അറബിയിൽ എന്ത് ചെയ്തു, ഒരുപാട് സംസാരിച്ചു. ഈ ഷെയ്ഖിന് ഈ അബ്ദുറഹ്മാൻ അൽ ബക്രിയെ വളരെ ഇഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് അബ്ദുറഹ്മാൻ അൽ ബക്രി ഒരു പണി ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ അൽ ബക്രി തന്റെ കയ്യിലുള്ള കിതാബു തൗഹീദ് ഗ്രന്ഥം, അതിന്റെ ചട്ട എന്ത് ചെയ്യും, അദ്ദേഹം അതിന്റെ ചട്ട എടുത്തു മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ഇത് ആരാ എഴുതിയത് ഒന്നും അറിയാൻ പറ്റൂല. അങ്ങനെ അത് ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു ആലിമിന്റെ മുമ്പിൽ ആ പുസ്തകം വെച്ചു കൊടുത്തു. അദ്ദേഹം കാണാതെ ആ പുസ്തകം അവിടെ വെച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അബ്ദുറഹ്മാൻ അൽ ബക്രി ഈ പറയുന്ന ഈ പണ്ഡിതന് വേണ്ടിയിട്ടുള്ള ചായയും മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയും ആ സന്ദർഭത്തിൽ ഈ പണ്ഡിതൻ ഈ ഗ്രന്ഥം ഇങ്ങനെ വായിക്കുകയാണ്, കിതാബു തൗഹീദ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അബ്ദുറഹ്മാൻ അൽ ബക്രിയോട് ചോദിക്കുകയുണ്ടായി, ലിമൻ ഹാദൽ കിതാബ്, ഇത് ആരുടെ പുസ്തകം? ഹാദിഹി തറാജും ശബഹു തറാജുമിൽ ബുഖാരി, ഇത് ബുഖാരി റഹിമഹുല്ലയുടെ തറാജുമിനോട്, ഹെഡിങ്ങിനോട് അങ്ങേറ്റത്തെ സാദൃശ്യം പുലർത്തുന്നുണ്ടല്ലോ. ഹാദാ വല്ലാഹി നഫ്സുൽ ബുഖാരി, ഇത് ബുഖാരി റഹിമഹുല്ലയുടെ കിതാബ് പോലെ തന്നെ ഉണ്ട്, അത്രയും സാദൃശ്യമാണ് ഇതിനുള്ളത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ അൽ ബക്രി പറഞ്ഞു, എനിക്കറിയില്ല ഇത് ആരതാണ് എന്നുള്ളത്, എനിക്കറിയില്ല. ആ സമയത്ത് ഷെയ്ഖ് പറഞ്ഞു, ഇന്ത്യയിലെ ഷെയ്ഖ് പറയാണ്, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഖ് അൽ ഗസബിയുടെ അടുക്കലേക്ക് നമുക്ക് പോകാം, ഷെയ്ഖ് അൽ ഗസബിയുടെ അടുക്കലേക്ക് പോകാമെന്ന് ആ ഷെയ്ഖ് അല്ല അബ്ദുറഹ്മാൻ അൽ ബക്രി തന്നെ പറയാണ്. കാരണം ഈ അൽ ഗസബി എന്ന് പറയുന്ന ആൾ ലൈബ്രറിയൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ ഇത് ആരുടെ കിതാബാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ലൈബ്രറിയിലേക്ക് പോയി ഗസബീനെ കണ്ടു, ഗസബിക്ക് കിതാബ് കാണിച്ചു കൊടുത്തു. ഈ കിതാബ് ആരാണ് എഴുതിയത് എന്ന് ഷെയ്ഖിന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കിതാബിന്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, എന്ത്, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ
കിതാബാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സമയത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ടു ഒച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ കാഫിർ, അദ്ദേഹം കാഫിറാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറച്ചു നേരം പതുങ്ങി, കുറച്ച് ശാന്തമായി, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇൻ കാന ഹാദൽ കിതാബു ലഹു ഫഖദ് വലംനാഹു, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബാണെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ അക്രമം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം തൗബ ചെയ്തു മടങ്ങിയെന്ന്. അദ്ദേഹം തൗഹീദ് മനസ്സിലാക്കി, തൗഹീദിന്റെ പോരാളിയായി മാറി. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഓരോ ക്ലാസ് കഴിഞ്ഞാലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായി. വിദ്യാർത്ഥികൾ നാനാഭാഗത്തേക്ക് അറിവ് പ്രചരിപ്പിക്കുക എന്നോണം അവർ സഞ്ചരിക്കുകയും അവരെല്ലാ ആളുകളും അവരുടെ ദർസിന്റെ അവസാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും കൈവിടില്ല എന്ന ഒരു വലിയ പാഠമാണ് ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അബ്ദുറഹ്മാൻ അൽ ബക്രി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പൈസ ചെലവിട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എത്രത്തോളം നമ്മൾ നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പ്രയത്നിക്കാറുണ്ട് എന്നത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അപ്പൊ അള്ളാഹുവിനെ സഹായിച്ചാൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ അള്ളാഹുവിനെ സഹായിക്കാം എന്ന് ആലോചിക്കുകയും എല്ലാ രൂപേണ നമ്മുടെ ശരീരം കൊണ്ടും സമയം കൊണ്ടും എല്ലാ രൂപത്തിലും അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന ഒരു പാഠം കൂടി ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമായി പറയപ്പെടുന്നത് സാധാരണ അറബികളുടെ നാമം പറയുന്ന സന്ദർഭത്തിൽ ഉപ്പയിലേക്ക് ചേർത്തി അതോടൊപ്പം തന്നെ പിതാമഹന്മാരിലേക്കൊക്കെ ചേർത്തി നീണ്ട ഒരു പേരായിരിക്കും എന്ത് ചെയ്യാം സാധാരണ പറയാറുള്ളത്. ഹുവ അബു അലി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബു അലി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് അത്തമീമി എന്നതാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഹിജ്റ 1115 നജിദിലെ ഉഐന എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഹിജ്റ 1115 നജിദിലെ ഉഐന എന്ന് പറയുന്ന സ്ഥലത്ത്. ഇദ്ദേഹത്തിന്റെ കുടുംബം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉത്ഭവസ്ഥാനം, ഇദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചിരുന്നത് ഉഷൈഖിർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉഷൈഖിർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ കുടുംബം താമസിച്ചിരുന്നത് എന്ന്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ, കുടുംബത്തിലെ ഏകദേശം വരുന്ന ആളുകളെല്ലാം പണ്ഡിതന്മാരായിരുന്നു എന്നാണ്. കുടുംബത്തിലെ ഏകദേശം വരുന്ന ആളുകളെല്ലാം പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ വലിയ കാലിമാരുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് 6 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു. 6 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പിതാമഹനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ, സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേര്. അദ്ദേഹം സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി നജിദിലെ ആ കാലഘട്ടത്തിലെ മുഫ്തിയായിരുന്നു എന്നാണ്. നജിദിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ അറിയപ്പെട്ട മുഫ്തിയും അറിവിന്റെ വിഷയത്തിൽ ഉന്നതി പ്രാപിച്ച ഒരു പണ്ഡിതനുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാമഹനായ സുലൈമാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും അദ്ദേഹത്തിന്റെ ഉപ്പയും അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരന്റെ മകനും ഇവരെല്ലാ ആളുകളും പണ്ഡിതന്മാരായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്നു ബസ്സാം റഹിമഹുള്ള പറയുന്നതായി കാണാം, ഹുവ മിൻ ബൈതി ഇൽമിൻ കബീരിൻ, ഒരുപാട് വലിയ അറിവിന്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഖദ് തവാറസഹു അബൻ അൻ ജദ്ദിഹി, ഉപ്പയിൽ നിന്ന് ഇങ്ങനെ അറിവ് സ്വീകരിച്ചു കൊണ്ട് വന്ന ഒരു കുടുംബമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കുടുംബം. വലാ അഅരിഫു ഫി താരിഖ്, ചരിത്രത്തിൽ ഒരാളെയും നമുക്കറിയില്ല ഉസ്ര ബഖിയൽ ഇൽമു ഫി ആബാഇഹിം വ അബ്നാഇഹിം 5 ഖുറൂനിൻ മുതതാബിഅ സിവാഹ, 15 നൂറ്റാണ്ടോളം ഇങ്ങനെ തുടർന്ന് അറിവിന്റെ ഒരു കുടുംബമായി മാറിയ മറ്റൊരു കുടുംബത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നാണ്. 15 അല്ല 5 നൂറ്റാണ്ടുകളാണ്. അഫ്വൻ 5 നൂറ്റാണ്ടുകൾ തുടർച്ചയായി അറിവിന്റെ ആളുകളായിരുന്നു ആ കുടുംബത്തിൽ വന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. ഒരു ഉപ്പ പണ്ഡിതനാണ് എങ്കിൽ പോലും മകനെ ആ ഒരു രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ ഇന്ന് മാതാപിതാക്കൾ എടുക്കുന്ന പ്രയത്നം, അവരെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനിടയിലാണ് 5 നൂറ്റാണ്ടോളം വരുന്ന എല്ലാ ആളുകളും
അറിവിന്റെ ആളുകളും അറിവ് പ്രചരിപ്പിക്കുന്ന ആളുകളും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയ കാലിമാരായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖ് അത് അദ്ദേഹത്തിന് അതിര് കവിഞ്ഞ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഖുർആനും ഹദീസുമായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ സ്വഭാവം. യുഹിബ്ബുൽ അഫ്വ വസ്സഫ്ഹ, ആളുകൾക്ക് എന്ത് ചെയ്യും? അദ്ദേഹം പരിപൂർണമായ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന്റെ പിതാമഹനായ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ്. 2 വലിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു സുലൈമാന്. അപ്പൊ ഈ 2 സ്ഥലങ്ങൾ എന്ത് ചെയ്തു? അനർഹരായ ആളുകൾ അത് കയ്യിലാക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പേടിയുണ്ടായി. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല നാട്ടിൽ വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തെ പേടിക്കുകയും അദ്ദേഹത്തോട് എന്ത് ചെയ്തു? ഇവർ ചോദിച്ചു എന്നാണ്, ഈ സ്ഥലം ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ന നിലക്ക് എന്ത് ചെയ്തു? സംസാരിച്ചു. ഞങ്ങളുടെ സ്ഥലമാണ് എന്ന നിലക്ക് അവർ സംസാരിച്ചു. ആ സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പിതാമഹന്റെ സ്ഥലമാണ്, എന്നിട്ട് കൂടി അദ്ദേഹം എന്ത് ചെയ്തു? നിങ്ങൾ ആദ്യം എടുക്കാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങളത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള ആളുകളുടെ ഫീലിങ്സുകളെ പരിഗണിക്കാറുണ്ടായിരുന്നു എന്നാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രബോധകൻ എന്ന നിലക്ക് സംസാരത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് അദ്ദേഹം അതിയായി ആലോചിച്ചിരുന്നു. അദ്ദേഹം പറയാണ്, വലാ യദ്ഖുലു ഖവാതിറകും ഗില്ലതു ഹാദൽ കലാം ഫല്ലാഹു സുബ്ഹാനഹു യഅലമു ഖസ്ദി ബിഹി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പരുഷമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പരുഷമായി പറയുകയല്ല, ഞാൻ വളരെ ഉപദേശത്തോടു കൂടിയാണ് പറയുന്നത്. അള്ളാഹുവിനറിയാം എന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു അദ്ദേഹം കൂറുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളായിരുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നന്മ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സെന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആരെങ്കിലും ജനങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ അവൻ അള്ളാഹു എന്ത് ചെയ്യൂല? ശുക്ർ ചെയ്യൂല എന്നുള്ളതാണ്. മല്ലം യഷ്കുരി നാസ് ലം യഷ്കുരില്ല. ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവന് അള്ളാഹുവും ശുക്ർ ചെയ്യുകയില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജനങ്ങളോട്, നമ്മൾ പഠിച്ച സ്ഥാപനത്തോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ സമൂഹത്തോട്, സലഫികളോട്, ഇവരോടൊക്കെ നമുക്ക് പ്രതിബദ്ധത ഉണ്ടാകണം. ചില ആളുകൾ തീരെ പ്രതിബദ്ധതയില്ലാത്ത ഒരു സ്വഭാവമാണ് ഇന്ന് പല ആളുകളിലും ഉള്ളത്. പഠിച്ച ഉസ്താദുമാരെ എതിർത്ത് സംസാരിക്കുക, അതല്ലെങ്കിൽ സ്ഥാപനത്തെ എതിർത്ത് സംസാരിക്കുക, അതല്ലെങ്കിൽ ഒരുപാട് കാലം അവന്റെ കൂടെ ഉണ്ടായിരുന്ന, അവനെ പഠിപ്പിച്ച ഒരാളെ എതിർത്ത് സംസാരിക്കുക എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീരെ കൂറില്ലാത്ത ഒരു സ്വഭാവം പല ആളുകളിലും വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തന്ന ആളുണ്ട് എങ്കിൽ ആ നന്മ നമ്മൾ ഓർത്തെടുക്കുകയും ആ നന്മക്ക് അദ്ദേഹത്തിന് ശുക്ർ പറയാൻ സാധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഉസ്മാൻ ബിൻ മഅ്മർ എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ മഅ്മർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ഉഅൈനയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഉഅൈനയിൽ നിന്ന് പുറത്താക്കി, ഉഅൈനയിൽ നിന്ന് അദ്ദേഹം വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല അദ്ദേഹം എന്ത് ചെയ്തു? ഷെയ്ഖിനെ വിളിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തിന് ഏറ്റവും വലിയ സഹായകരമായി മാറിയ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സഊദ്. അങ്ങനെ മുഹമ്മദ് ബിൻ സഊദ് ദിർഇയയിലേക്ക് ക്ഷണിച്ചു എന്നാണ്. ദിർഇയയിലേക്ക് ക്ഷണിച്ചു. ദിർഇയയിൽ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ആ സന്ദർഭത്തിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഉസ്മാൻ ബിൻ മഅ്മർ തിരിച്ച് നാട്ടിലേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത്, ഇന്നഹു ലമുഹമ്മദ് ബിൻ സഊദ് ഫഇൻ അറാദ അൻ അദ്ഹബ മഅക ദഹബ്തു. അദ്ദേഹം ഞാൻ വരണമെന്നാണ്, താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ വന്നുകൊള്ളാം. വഇൻ അറാദ അൻ ഉഖീമ ഇൻദഹു അഖംതു. അപ്പൊ അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ സഊദാണ് എന്ത് ചെയ്തത്? ഇത്രയും കാലം എനിക്ക് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, നീ പോയിക്കോന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അതിന് റെഡിയാണ്. അതല്ല, നീ ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ താമസിക്കും. കാരണം എന്നെ സ്വീകരിച്ച് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന വ്യക്തിയാണ് എന്ന്
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു എന്നാണ്. അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ തവാലു ഉണ്ടായിരുന്നു എന്നാണ്, അങ്ങേയറ്റത്തെ വിനയം. അത് അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഒരു മതവിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതാണ് വിനയം എന്ന ഒരു വലിയ സൽഗുണം. പ്രത്യേകിച്ചും സാധാരണക്കാരായാലും എല്ലാ ആളുകൾക്കും വിനയം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ എന്റെ അഭിപ്രായമാണ് ശരി, അതല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിനാണ് ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായത്തെക്കാളുമൊക്കെ എന്തൊക്കെയോ ഉള്ളത് എന്ന് കരുതി ബാക്കിയുള്ള ആളുകളെ അടിച്ചു താഴ്ത്തുകയും തീരെ ഒരു വിനയമില്ലാത്ത ഒരു സ്വഭാവം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ തവാലഅ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചു കഴിഞ്ഞാൽ റഫഅഹുല്ലാഹ്, അല്ലാഹു എന്ത് ചെയ്യും, ഓനെ ഉയർത്തുന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അങ്ങേയറ്റത്തെ തവാലുഉള്ള വ്യക്തിയായിരുന്നു എന്നാണ്. മാ അലിംനാ അഹദൻ അൽയന വലാ അഖ്ഫല മിൻഹു ജാനിബൻ ലിതാലിബി ഇൽമിൻ, മതവിദ്യാർത്ഥികളോട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ പോലെ തവാലുഉ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നല്ല ഹൃദയവിശാലത ഉണ്ടായിരുന്നു എന്നാണ്. ഹൃദയവിശാലതയുള്ള വ്യക്തിയായിരുന്നു. ഒരാളോട് പോലും അസൂയ വെച്ച് പുലർത്തിയിട്ടില്ല, ഒരാളെയും അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സാക്ഷ്യം വഹിച്ച വിഷയമായിരുന്നു ഇത് എന്നാണ്. അദ്ദേഹം പലപ്പോഴായി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയാറുള്ള വിഷയമായിരുന്നു, എന്റെ സംസാരം നീണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയം, എന്റെ സംസാരത്തിൽ നിങ്ങളെ പരിക്കേൽപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ സംസാരത്തിൽ വരുമോ എന്ന് ഞാൻ ഭയപ്പെടാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഉണർത്തുന്ന, അദ്ദേഹത്തിന്റെ തെറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആളുകളെ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പലപ്പോഴും ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നത്രേ, അതായത് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, എനിക്കത് തിരുത്തി തരണം, ഞാൻ അതേറെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന അജിദു ഫീ നഫ്സി അന്ന ഉദ്ദി മൻ യൻസഹുനി കുല്ലമാ ഗലിത്തു, ഞാൻ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം, എന്റെ അഭിപ്രായത്തിൽ തെറ്റ് വരുന്ന സന്ദർഭത്തിലെല്ലാം ആരെങ്കിലും എന്നെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ ഉപദേശത്തെ ഞാൻ അതിരറ്റ് സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയും അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു എന്നാണ്. അതോടൊപ്പം ഒരാളോടും എന്ത് ചെയ്യൂല, അസൂയ വെച്ച് പുലർത്തൂല. അദ്ദേഹത്തെക്കാളും നല്ല കഴിവുള്ള ഒരാളെ കണ്ടാൽ പോലും എന്ത് ചെയ്യൂല, യാതൊരു അസൂയവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അദ്ദേഹം അങ്ങനെ തോന്നിയാൽ തന്നെ അദ്ദേഹം പറയുക, അങ്ങനെ അദ്ദേഹത്തെക്കാളും ഉയർന്ന ഒരാളെ കണ്ടാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നത്, മാ മന്നല്ലാഹു ബി അലൈക മിൻ ഹുസ്നിൽ ഫഹ്മി വമഹബ്ബത്തില്ലാഹി വദ്ദാരിൽ ആഖിറ, അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ദീനിന്റെ വിഷയത്തിൽ നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാവുക എന്നതൊക്കെ അള്ളാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ആ അനുഗ്രഹത്തെ നീ മുറുകെ പിടിക്കുക എന്ന് അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വളരെ വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞ ഒരു വിഷയമാണ്, അദ്ദേഹത്തിന് ഇൽമുമുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ടായിരുന്നു, ദഅവത്തും ഉണ്ടായിരുന്നു എന്നാണ്. കഴിഞ്ഞു പോയ ഉലമാക്കളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അറിവുണ്ടാകും, പക്ഷെ ദഅവത്തിന് എന്തുണ്ടാവില്ല, കഴിവില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം ഇൽമും ദഅവത്തും കോർത്തിണക്കിയ ഒരു പണ്ഡിതനായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം ദാനധർമ്മം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും തന്നെ തന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചു പോകാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, മഅദൂദും മിൻ അകാബിരി സലഫൽ മാദീൻ, കഴിഞ്ഞുപോയ മുൻഗാമികളുടെ കൂട്ടത്തിലെ വലിയൊരു മുൻഗാമിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് പറയപ്പെടുന്നത് എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. 10 വയസ്സിന് മുമ്പ് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയെന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പല ആളുകളും പലപ്പോഴായി പറയുന്ന ഒരു വേവലാതിയാണ്, എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കതിന് അവസരം ലഭിച്ചിട്ടില്ല എന്നൊക്കെ പലപ്പോഴും പറയും. എന്നാൽ ആ ഒരു അവസരം, നമുക്ക് ലഭിക്കാതെ പോയ അവസരം നമ്മുടെ മക്കൾക്ക് നൽകുകയും അത് നികത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഖുർആൻ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവന് യാതൊരു നഷ്ടം ഉണ്ടാവില്ല. ദുനിയാവിലും നഷ്ടമുണ്ടാവുകയില്ല, ആഖിറത്തിലും ഒരു നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുക ഇത്തരം സാലിഹായ മക്കൾ മാത്രം.
അതല്ലാതെ നിങ്ങൾ പഠിപ്പിച്ചെടുത്ത് വലിയ ഡിഗ്രികൾ ഉണ്ടാക്കിയ ആളുകളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാഹു അഅലം, ഉപകാരപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത എന്ത് ചെയ്യും? നിങ്ങൾക്ക് നാളെ കാണുന്ന അവസ്ഥ ഉണ്ടാകും. സ്വർഗത്തിൽ വലിയ ഒരു താജ് എന്ത് ചെയ്യും? ആ മാതാപിതാക്കൾക്ക് അണിയിക്കപ്പെടുന്ന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതോടൊപ്പം തന്നെ മക്കളും മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം അത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്, ഖുർആൻ മനപ്പാടാക്കുക എന്നുള്ളതാണ്. ഖുർആൻ മനപ്പാടമാക്കി കഴിഞ്ഞ വിദ്യാർത്ഥികളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ മനപ്പാടമാക്കാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് പ്രത്യേകത എന്തുണ്ട്? ഈ മനപ്പാടമാക്കിയ വിദ്യാർത്ഥികളിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഓർമ്മശക്തിയും ഗ്രാഹ്യ ശക്തിയും ഒക്കെ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ പഠിച്ചു. പിന്നെ ഒരുപാട് ഹദീസുകൾ അദ്ദേഹം ഹൃദയസ്ഥമാക്കിയെന്നാണ്. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം കാണാതെ പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉപ്പ 12ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിന്റെ ഉപ്പ വലിയ പണ്ഡിതനാണ്, ആ നാട്ടിലെ കാലി ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പ. 12ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ ഇമാമാക്കി ആ പള്ളിയിൽ ഇമാമായി നിർത്തി എന്നുള്ളതാണ്. ആ 12ാമത്തെ വയസ്സിൽ ഉപ്പയോടും അതോടൊപ്പം തന്നെ ഉപ്പയുടെ സഹോദരനോടും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ദീനീ വിഷയങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയും അവരുടെ അടുക്കലിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെ തിരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നതാണ്. 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ കാന അബൂഹു യതഅജ്ജബു മിൻ ഫഹ്മിഹി, തന്റെ ഉപ്പ എന്ത് ചെയ്തിരുന്നു? അങ്ങേയറ്റം അത്ഭുതപ്പെട്ടിരുന്നു എന്നാണ് മകന്റെ ഗ്രാഹ്യ ശക്തിയിൽ. വയഅ്തരിഫു ബിൽ ഇസ്തിഫാദതി മിൻഹു മഅ സിഗരി സിന്നിഹി, ഉപ്പ എന്ത് ചെയ്യാ? മകനിൽ നിന്ന് പഠിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ആ ചെറുപ്രായത്തിലുള്ള മകനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വേറുള്ള ചില പണ്ഡിതന്മാർ പറയുന്നത് സമിഅ മിൻ വാലിദിഹി വമിൻ ഫുഖഹാഇ നജ്ദ് ഫി വഖ്തിഹി, അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്നും നജ്ദിലെ ഫുഖഹാക്കളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. വഷ്തഹറ ഇൻദഹും ബിൽ ഇൽമി വദ്ദകാ, അറിവിന്റെ വിഷയത്തിലും ബുദ്ധിയുടെ വിഷയത്തിലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അറിയപ്പെട്ടിരുന്നു എന്നാണ്. നാട്ടിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു എന്നാണ്. ഒരിക്കൽ തന്റെ ഉപ്പ എന്ത് ചെയ്യാണ്? അറിയപ്പെട്ട ഒരു പണ്ഡിതന് കത്തെഴുതാണ്. അപ്പൊ ആ കത്തെഴുതുന്ന സമയത്ത് അവസാനത്തിൽ എന്ത് ചെയ്യും? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ സലാമും കൂടി അതിൽ ചേർത്തിരുന്നു എന്നാണ്. കാരണം അത്രയും സ്ഥാനം ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വലിയ ഒരു തൗഫീഖാണ്. അദ്ദേഹത്തിന്റെ ഇബാദത്തുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രാത്രി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ജീവിപ്പിക്കാറുണ്ടായിരുന്നു. രാത്രി നിസ്കാരം നമ്മൾ പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി നിസ്കാരം എന്നത് സ്വാലിഹീങ്ങളുടെ അടയാളാണെന്നാണ്. നമ്മൾ സ്വാലിഹാണോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ അടയാളം നമ്മൾ രാത്രി നിസ്കരിക്കുന്നവരാണോ എന്നുള്ളതാണ്. ആ രാത്രി നിസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുങ്ങിയതൊരു ഇശാഇന് ശേഷമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് വിത്തറാക്കിയിട്ടെങ്കിലും നിസ്കരിക്കാൻ പറ്റണം. രാത്രി നിസ്കരിക്കാത്തവനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് ഓൻ ഫാസിഖാണെന്ന്, ഓന് തെമ്മാടിയാണ് എന്നുവരെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. കാരണം രാത്രി നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുക അങ്ങേറ്റത്തെ ഇഖ്ലാസുള്ള ആളുകൾക്കാണ്, പൂർണ്ണമായ നിഷ്കളങ്കതയുടെ ആളുകൾക്കാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുക. അതും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 3 മണി 4 മണി ആ സമയത്ത് ആരും അറിയാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈമാൻ വളർന്നു വരേണ്ടതുണ്ട്. ഒരുപാട് വർഷങ്ങളായി നമ്മൾ ജീവിക്കുന്നു, 40ഉം 50ഉം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഒരു രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു കണിശതയും നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹുവ ദഅബുസ് സാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ സാലിഹീങ്ങളുടെ ചര്യയാണെന്ത്? രാത്രി നിസ്കാരം എന്നുള്ളത്. ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് എന്തായാലും ചെയ്യും ഉത്തരം ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് ഫമൻ യസ്തഗ്ഫിറുനി, എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ ആരാണുള്ളത്? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? കിടന്നുറങ്ങാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പതിവ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ചുരുങ്ങിയത് ഇശാഇന് ശേഷം, അതല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഒരു റക്അത്തോ 3 റക്അത്തോ ചുരുങ്ങിയത് നിസ്കരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും ഗ്രന്ഥരചനകളിലുമൊക്കെയായി അദ്ദേഹത്തിന്റെ സമയം ചെലവഴിക്കും. മറ്റൊന്ന്, അദ്ദേഹം ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അന്യം നിന്നുപോയ ഒരു സ്വഭാവമാണ് എന്ത്? ദിക്റ് ചൊല്ലുക എന്നുള്ളത്. കഴിഞ്ഞ ഒരു 10 വർഷം പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വയസ്സായ ആളുകളൊക്കെ അവരവരുടെ സമയം ചെലവഴിക്കാറുള്ളത് എന്തിലാ? അള്ളാഹുവിനെ ഓർക്കുന്നതിലാണ്. ദിക്റ് പറയും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ. ഇന്ന് നമുക്ക് എന്തില്ല? അങ്ങനെ മാറിയിരുന്ന് ദിക്റ് പറയാൻ മാത്രം സമയമില്ലാതായിട്ടുണ്ട്
എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മീന്, ഒരു മത്സ്യം, ആ മത്സ്യത്തിനെ അതിന്റെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. അതുപോലെയാണ് അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ഒരു മനുഷ്യൻ, അവൻ ആ ഓർമ്മയിൽ നിന്ന് വിദൂരമായി കഴിഞ്ഞാൽ അവന്റെ ജീവൻ എന്ത് ചെയ്യും? അവൻ ജീവിക്കുന്നുണ്ട് എങ്കിലും അവൻ മരിച്ചതിന് തുല്യമാണെന്നാണ്. അവൻ മരിച്ചതിന് തുല്യമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, അദ്ദേഹം എന്തെങ്കിലും ആരെങ്കിലും കാത്തിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ നാവിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്ർ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതായിരുന്നു. ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ കണിശത എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം പുലർത്തിയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ അറിവുമായി ബന്ധപ്പെട്ടത് മസീറത്തുഹു അൽ ഇൽമിയ, അദ്ദേഹം അറിവിനു വേണ്ടി ത്യജിച്ച ത്യാഗങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാടുകളിലേക്ക് എന്ത് ചെയ്തു? യാത്ര ചെയ്തു എന്നാണ്. അറിവിനു വേണ്ടി എന്ത് ചെയ്തു? നടന്നുകൊണ്ട് ഒരുപാട് യാത്രകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം യാത്ര ചെയ്തു എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകളാണ്, 20,000-ഓളം കിലോമീറ്ററുകളാണ് എന്ത് ചെയ്തത്? അറിവന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തത് എന്നാണ്. അദ്ദേഹം യാത്ര ചെയ്ത എല്ലാ യാത്രകളും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 20,000-ഓളം കിലോമീറ്ററുകൾ അതെത്തുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സഹീഹുൽ ബുഖാരി മുഴുവനും എഴുതി തീർത്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി എന്ത് ചെയ്യാം? എഴുതി തീർക്കാം. അതോടൊപ്പം സാദുൽ മആദ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ സാദുൽ മആദ് എന്ന പുസ്തകം ഏകദേശം 4 വാള്യങ്ങളുള്ളത്. ആ 4 വാള്യങ്ങളും എന്ത് ചെയ്തു? അദ്ദേഹം എഴുതിയെടുത്തു. അൽഫിയത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരു 1000 ബൈത്തുള്ള കവിതയാണ്. ആ കവിത പൂർണ്ണമായി എന്ത് ചെയ്തു? കാണാതെ അദ്ദേഹം പഠിക്കുന്ന അവസ്ഥ ഉണ്ടായിന്നാണ്. ഒരിക്കൽ അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രാർത്ഥന എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു പണ്ഡിതനെ വരെ ഒരു പ്രാർത്ഥന ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. കെ മൗലവി റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നത്, കെ മൗലവി റഹിമഹുല്ല ഉപ്പയുടെ കൂടെ എന്ത് ചെയ്യാണ്? കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കെ മൗലി പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, എനിക്ക് നിന്റെ ദീനിനോടാണ് താല്പര്യം, നിന്റെ ദീനിനോടാണ് എനിക്ക് പ്രതിബദ്ധത, അത് പഠിച്ച് മുന്നേറണം എന്നാണ് എനിക്ക് ആഗ്രഹം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ആ വയലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെന്നാണ്. ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരുന്നു ആര്? കെ എം മൗലവി റഹിമഹുല്ല എന്നാണ്. അതുകൊണ്ട് അതേ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല നടത്തുന്നുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഹജ്ജിന് പോയ സന്ദർഭത്തിൽ മുൽത്തസം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ മുൽത്തസമിലെത്തി ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന, അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അൻ യുൽഹിറ ഹാദദ്ദീന ബിദഅവതിഹി, റബ്ബേ, എന്റെ ദഅവത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ ദീന് നീ ആളുകൾക്ക് പ്രകടമാക്കി കൊടുക്കണം. വഅൻ യർസുഖഹുൽ ഖബൂല മിനന്നാസ്, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നൽകണം റബ്ബേ. തൗഹീദാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയും എന്റെ ദഅവത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു ഉദവി, ഒരു തുറവി എന്ത് ചെയ്യണം? നീ എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നും ആ ഒരു പുസ്തകം, കിതാബു തൗഹീദ് എന്ന പുസ്തകം വായിക്കാൻ കാരണമായിട്ടുള്ളത് എന്നെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ ശുയൂഖുകളെ കുറിച്ച്, അദ്ദേഹത്തിന് ഒരുപാട് ഉസ്താദുമാരുണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് ഉസ്താദുമാര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഉസ്താദുമാരുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. കാരണം പല ഉസ്താദുമാരും പല വിഷയത്തിലായിരിക്കും അഗ്രഗണ്യന്മാർ. എല്ലാ ആളുകളും എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യൂല, അവർക്ക് പൂർണ്ണമായ അറിവുണ്ടാകണമെന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നഹ്വിലായിരിക്കാം, ഭാഷയിലായിരിക്കാം, മറ്റു ചില ആളുകൾ കർമ്മശാസ്ത്രത്തിലായിരിക്കാം, മറ്റു ചില ആളുകൾ താരീഖിലായിരിക്കാം, ചരിത്രത്തിലായിരിക്കാം. എന്നിങ്ങനെ ഒരുപാട് ഷെയ്ഖുമാരിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഉസ്താദില്ലാതെയുള്ള പഠനമാണ്. ചില ആളുകളെങ്കിലും പറയുന്നത്, ഞാൻ ഒറ്റക്ക് പഠിച്ചെടുത്തതാണ്, ഞാൻ ഓൺലൈനിലൊക്കെ കുറെ ദർസ് കേട്ടു, ഞാൻ എന്നെ ഒറ്റക്ക് എന്ത് ചെയ്തതാണ്, ഇത്ര ഉഷാറായതാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത് പറയുന്നത് ചില ആളുകൾ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുക ചില ആളുകൾ പറയാം. ശരിക്കും അത് ഏറ്റവും വലിയ നെഗറ്റീവാണ്. നമുക്ക് നേരിട്ട് പഠിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഒരു നെഗറ്റീവാണ്. രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉസ്താദ് എപ്പോഴും എന്ത് ചെയ്യണം? നമുക്ക് ഇർഷാദ് നൽകാൻ, നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്, ചെറിയ ആളുകൾക്ക് എന്ത് ചെയ്തു? അവർ ചിറക് മുളക്കുന്നതിന് മുമ്പ് തന്നെ പാറുന്ന അവസ്ഥ ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? ജനങ്ങൾക്കിടയിൽ മുഴുവനും ഫിത്ന
ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള ആളുകൾ മിണ്ടാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് ഖൈറുകളാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഉസ്താദുമാരെ പറയാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അത് ഏറ്റവും വലിയ നെഗറ്റീവാണ്. കാരണം പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. അവരുടെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗം എന്തായിരിക്കും, അവരുടെ ഉസ്താദുമാരെ കുറിച്ച് പറയലായിരിക്കും. ആരൊക്കെയാണ് അവരുടെ ഉസ്താദുമാര് എന്നത്? അതായത് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു പണ്ഡിതന്റെ പ്രത്യേകത അറിയണമെങ്കിൽ രണ്ട് കാര്യത്തിലേക്ക് പ്രത്യേകമായി നോക്കണം എന്നാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിലേക്കും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലേക്കും എന്ത് ചെയ്യണം, നോക്കണം. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ എങ്ങനെയുള്ള ആളുകളാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അറിവ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പ്രയത്നിച്ച് ഒരു ഉസ്താദിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് അദ്ദേഹത്തിന്റെ സ്വത്തും അദ്ദേഹത്തിന്റെ അദബും മര്യാദയും ഒക്കെ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അറിവ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ യാതൊരു മര്യാദ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് അറിവുണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, ഒരു മര്യാദയും ഉണ്ടാവില്ല. എപ്പോഴാണ് സംസാരിക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒന്നും എന്ത് ചെയ്യൂല, ഈ പറയുന്ന ആളുകൾക്ക് അറിയില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്നു, ഒരുപാട് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പറയണോ വേണ്ടേ എന്നൊന്നും ഷൂറ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. അത് നന്മയെക്കാളും കൂടുതൽ വലിയ തിന്മയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉസ്താദുമാര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല വിഷയത്തിലും ഇജാസത്ത് ലഭിച്ചിരുന്നു എന്നാണ്. ഇജാസത്ത് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം എന്ത് ചെയ്യും, ആരാണോ എഴുതിയത് അദ്ദേഹത്തിലേക്ക് എത്തുന്ന ഒരു ചങ്ങല. അങ്ങനെ എന്ത് ചെയ്തിരുന്നു, ഹദീസിന്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ഇങ്ങനെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഇദ്ദേഹത്തിന്റെ സിൽസില റസൂലിലേക്ക് എത്തിപ്പെട്ടിരുന്നു എന്നാണ്. ഒരുപാട് ഇജാസത്ത് പല പുസ്തകങ്ങളിലായി ഷെയ്ഖിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷെയ്ഖിന്റെ അറിവിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിവിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു എന്നാണ്. പ്രത്യേകിച്ചും തഫ്സീറിന്റെ വിഷയത്തിൽ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. അതോടൊപ്പം തന്നെ അഖീദയുടെ വിഷയത്തിൽ ഷെയ്ഖിന്റെ അറിവ് എന്നത് അത് വളരെ വലുപ്പം നിറഞ്ഞതാണ്, വളരെ വ്യാപ്തിയുള്ളതാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ വിഷയത്തിൽ ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് കെൽപ്പ്, അദ്ദേഹത്തോട് മുട്ടാനുള്ള ഒരു ആലിമും എന്ത് ചെയ്തിട്ടില്ല, ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അദ്ദേഹം തന്നെ ചില ഉലമാക്കളോട് സംസാരിക്കുമ്പോൾ മദ്ഹബിന്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ പക്ഷാപാതിത്വം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം ചില മദ്ഹബിന്റെ ഉലമാക്കളോട് സംസാരിക്കുമ്പോൾ പറയും, കുല്ലു ഇൻസാനിൻ ഉജാദിലു ബിമദ്ഹബിഹി, എല്ലാ മനുഷ്യന്മാരോടും ഞാൻ എന്ത് ചെയ്യും, ഓൻ ഏത് മദ്ഹബാണോ ആ മദ്ഹബിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓനോട് സംസാരിക്കും. ഇൻ കാന ഷാഫിഇയ്യൻ ഫബികലാമി ഷാഫിഇയ്യ, ഓൻ ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ഓനോട് ഞാൻ എന്ത് ചെയ്യും, ഷാഫിഇ മദ്ഹബ സംസാരിക്കാം. ഇനി ഓന് മാലിക്കി മദ്ഹബാണെങ്കിലോ മാലിക്കി മദ്ഹബ് ഞാൻ സംസാരിക്കും. ഇനി ഹനഫി ആണെങ്കിൽ ആ മദ്ഹബ്, ഹംബലി ആണെങ്കിൽ ആ മദ്ഹബ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മദ്ഹബ് തന്നെ പഠിക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഒരു മദ്ഹബ് തന്നെ അതിന്റെ എല്ലാ കോണുകളിലൂടെയും പോകണമെങ്കിൽ വർഷങ്ങൾ ചെലവഴിക്കണം. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പല മദ്ഹബുകളും, അതായത് അറിയപ്പെട്ട 4 മദ്ഹബുകളിലും എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് വ്യത്യസ്ത അറിവിന്റെ വിഷയത്തിലുള്ള ദർസുകൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വിഷയത്തിൽ, അഖീദയിലും ചരിത്രത്തിലും അങ്ങനെ പല മേഖലകളിലായിക്കൊണ്ട് അദ്ദേഹം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകളാണ്. ഹുസ്നു തസ്നീഫി, അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകതയായി പറയുന്നത് വളരെ എളുപ്പമുള്ളതാണെന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളതും ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഊസീക ബിൽ ഇസ്തിഗാലി വൽ മുതാലഅതി ഫീ കുതുബിഹി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഗ്രന്ഥം വായിക്കുവാനും അത് പഠിക്കുവാനും ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു. വതഅമ്മൽ മാ ഫീഹാ മിനൽ അദില്ല, അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളെ കുറിച്ച് നീ എന്ത് ചെയ്യണം, ആലോചിക്കണം. അതോടൊപ്പം അദ്ദേഹത്തിന് പഠിപ്പിക്കുന്ന ശൈലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പഠിപ്പിക്കുക തദ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണമെന്നില്ല, സാധിച്ചുകൊള്ളണമെന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കഴിവുണ്ടാവും പഠിപ്പിക്കാൻ. അതായത് നമ്മൾ പഠിച്ചൊരു കാര്യം അത് ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തൗഫീഖാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് നമ്മളത് നിത്യവും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ തദ്രീസിന്റെ വിഷയത്തിൽ പഠിപ്പിക്കാൻ
കഴിവുള്ള ഒരാളായിരുന്നു മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസ്തുത വിഷയത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത്, അതായത് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് പരിഗണിക്കേണ്ടത്. ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓൻക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് പഠിപ്പിക്കേണ്ടത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി കുറവാണ്, എന്നാൽ അറിവ് എന്താണ്, ബുദ്ധിയെക്കാളും വലുതാണ് അറിവ് എന്നുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവന്റെ അറിവ് അവന് ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ളതാണ്, അവന് ഉപദ്രവം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ നമ്മൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കല്ലിമിന്നാസ ബിഖദ്രി ഉഖൂലിഹിം, അവരുടെ ഉഖൂലിന്, ബുദ്ധിക്ക് എന്താണോ ഗ്രഹിക്കാൻ സാധിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാ, നീ ആളുകളോട് സംസാരിക്കുക. ചെറിയ ആളുകളോട് പറയേണ്ടത് നമുക്ക് വലിയ ആളുകളോട് പറയേണ്ടത് ചെറിയ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളോട് അവർക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള മസലകളാണ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതോടൊപ്പം പഠിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വളരെ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ് ലാ തഹ്ഖിർ അനി തഅലീമി മൻ തളുന്നുഹു അബ്അദൻ നാസി അൻഹു. ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവൂല. അപ്പൊ മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഓനെ പഠിപ്പിച്ച് കാര്യമില്ല എന്ന് വിചാരിക്കരുത്. വലാ തസ്തബ്ഇദ് ഫദ്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ എപ്പോഴാണോ ഓനക്ക് ഇറങ്ങാന്നുള്ളത് പറയാൻ പറ്റൂല എന്നാണ് ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ഒരു ശിഷ്യനെ കുറിച്ച് പറയുന്നത്. 100 വട്ടം അതിൽ കൂടുതൽ എന്ത് ചെയ്തിരുന്നു, ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്, 100-ൽ കൂടുതൽ പ്രാവശ്യം. എന്നിട്ട് പിന്നെന്ത് ചെയ്തു, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഫദ്ല് ലഭിക്കുകയും പേര് കേട്ട പണ്ഡിതനായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദാഇ എങ്ങനെയാകണം എന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ജീവിതം നമുക്ക് വരച്ചു കാട്ടും. ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു പ്രബോധക ഏതൊരു റൂട്ടിലാണ് സഞ്ചരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ പിക്ചറാണ് ലഭിക്കുക. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥയാണ്. അദ്ദേഹം പറയാണ്, കാന ഉലമാഉ സമാനിഹി ലാ യഅരിഫൂന മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ഉലമാക്കൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പോലും അറിയില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പോലും അറിയാത്ത ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ഉലമാക്കളുടെ അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അക്സറു മൻ ഹൗലഹു ലം യസ്മഅ ബിത്തൗഹീദ്, തൗഹീദ് ഇതുവരെ കേൾക്കാത്ത ആളുകളായിരുന്നു ആര്, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ. മഅ അന്നഹു ലം യത്റഖ് ആദാന അക്സരിൻ നാസ്, ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല, തൗഹീദ് എത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൂഫിസം എന്ത് ചെയ്തിരുന്നു, ആ ഒരു നാട്ടിൽ പ്രചരിച്ചിരുന്നു എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫമൻ യഅബുദു ജമാദൻ ഫഖദ് അബദല്ലാഹ്, ഒരു നിർജീവമായ വസ്തുവിനെ ആരെങ്കിലും ആരാധിച്ചു കഴിഞ്ഞാൽ ഓൻ എന്തിനാ ആരാധിക്കുന്നത്, അള്ളാഹനെ ആരാധിക്കുകയാണെന്ന് അവർ പറയാം. അതായത് ഞാനും അല്ല, നീയും അല്ല, ചുറ്റുഭാഗത്തുള്ളതൊക്കെ അല്ല എന്നൊരു വിശ്വാസം എന്ത് ചെയ്തിരുന്നു അവരിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇബ്നു അറബിയുടെ മദ്ഹബ്, ഇബ്നു അറബി കൊണ്ടുവന്ന ആ ഒരു ചര്യയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ആളുകൾ പിൻപറ്റിയിരുന്നത്. അതോടൊപ്പം തന്നെ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ആളുകൾ, ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകൾ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബിദ്അത്തുകളും കുഫറുകളും പ്രചരിച്ച ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പ്രബോധനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പ്രബോധനത്തിലൂടെയാണ് ആളുകളൊക്കെ വഴിമാറി സഞ്ചരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രബോധനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ സഹായകരമായി മാറിയത് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയാണ്. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയുടെ ഭാര്യ പറയുന്നുണ്ട്, ഇന്ന ഹാദർ റജുല സാഖഹുല്ലാഹു ഇലൈക, ഈ പറഞ്ഞ ഈ വ്യക്തി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി അള്ളാഹുവാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്തത്, കൊണ്ടെത്തിച്ചത്. വഹുവ ഗനീമത്തുൻ, അത് യുദ്ധാർജിത സ്വത്താണ്. ആര്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഗ്തനി മാ ഖസ്സക അല്ലാഹു ബിഹി, അള്ളാഹു താങ്കൾക്ക് പ്രത്യേകമായി നൽകിയ ഈ അനുഗ്രഹത്തെ താങ്കൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. ഹഖീഖത്തു ദഅവതിഹി, അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചിരുന്നത്. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഷിർക്ക് ഒഴിവാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, ദേഹേച്ഛയെ പിൻപറ്റരുത്, അഹങ്കാരം ഉണ്ടാകരുത്, ദീനിൽ നിന്ന് അകന്നു പോകരുത് എന്നിങ്ങനെ എന്ത് ചെയ്തു ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം യാതൊന്നും പുതുതായിട്ട് എന്ത് ചെയ്തിട്ടില്ല,
കൊണ്ടുവന്നിട്ടില്ല, ഒരു പുതുതായ കാര്യവും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, അന ലാ അഖൂലു ലക്കും അത്തിഊനി. ഓരോ പ്രബോധകന്മാരും ഇത് സ്വന്തത്തോട് പറയേണ്ടതാണ്. അദ്ദേഹം പറയാണ്, അന ലാ അഖൂലു ലക്കും അത്തിഊനി, ഞാൻ നിങ്ങളോട് പറയാണ് എന്നെ അനുസരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയുകയില്ല. വലാകിൻ, പക്ഷേ അല്ലദി അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇദാ അറഫ്തും അന്നല്ലാഹ അൻഅമ അലൈക്കും വതഫദ്ദല അലൈക്കും ബിമുഹമ്മദിൻ വബയ്യന ലക്കും ദീനക്കും കുല്ല ഫലാ തതീഊനി വലാ ഗൈരി. അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു തന്നു എന്നത്. അങ്ങനെ റസൂലിനെ അയക്കപ്പെട്ടിട്ട് പിന്നെന്ത് ചെയ്യരുത്, എന്നെ അനുസരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, വേറെ ആരെങ്കിലും അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്, വഹരിസു അലാ മാ കാന യഅ്മുറുകും ബിഹി നബിയുക്കും, എന്താണോ നിങ്ങളുടെ നബി നിങ്ങളോട് കൽപ്പിക്കുന്നത് അതെന്ത് ചെയ്യാം, നിങ്ങൾ മുറുകെ പിടിക്കുക. വൽ ഉലമാഉ ബഅദഹു, അതിനുശേഷം വന്ന മഹത്തുക്കളായ ഉലമാക്കളുണ്ട്, അവരുടെ സംസാരം എന്ത് ചെയ്യാ, സ്വീകരിക്കുക. ഫലാ യംബഗി ലക്കും മുആനദത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ധിക്കരിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ്, ഉഖ്ബിറുക അന്നി മുത്തബിഉൻ വലസ്തു ബിമുബ്തദി, ഞാൻ റസൂലിനെ പിൻപറ്റുന്നവനാണ്, ഞാൻ എന്തല്ല, ഒരു മുബ്തദി അല്ല എന്ന് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ദഅവത്തിനെ കുറിച്ച് മിസ്റിലും ഷാമിലും ഇറാഖിലും എല്ലാ ആളുകളും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ദഅവത്ത് അദ്ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനമാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, യദ്കുറു ലിൽ മുഖാലിഫി അസ്മാഅ ഉലമാഇൽ ഉമ്മ ലിയർജിഅ ഇലാ അഖ്വാലിഹിം, ഉമ്മത്തിലെ മഹത്തുക്കളായ ഉലമാക്കളുടെ പേരെന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, ദഹബി, ഇബ്നു കസീർ, ഇബ്നു റജബ്, ഇങ്ങനെയുള്ള ഒരുപാട് ഉലമാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇവരെ നിങ്ങൾ എന്ത് ചെയ്യാ, പിൻപറ്റുക. ഫൻദുർ കലാമൽ അഇമ്മത്തി ഖബ്ലഹും, എങ്കിൽ ഇവരെ പിൻപറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇവരുടെ മുൻപ് കഴിഞ്ഞു പോയ ഉലമാക്കളുണ്ട്, അവരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പിൻപറ്റണം. ആരെ പോലെ, ബൈഹഖി റഹിമഹുല്ലയെ പോലെ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയെ പോലെ, ഇമാം ഖത്താബി റഹിമഹുല്ലയെ പോലെ. ഇനി ഇവരെയും നിങ്ങൾ പിൻപറ്റുന്നില്ല എങ്കിൽ ഇമാം ഷാഫിഈ, ഇബ്നു ജരീർ, ഇബ്നു ഖുതൈബ, ഇബ്നു ഉബൈദ് എന്നിങ്ങനെയുള്ള പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മടക്കണം കാര്യങ്ങൾ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തല്ല, സ്വന്തത്തിലേക്ക് അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരാളെയും ക്ഷണിച്ചിട്ടില്ല, മറിച്ച് മഹത്തുക്കളായ കഴിഞ്ഞുപോയ ഉലമാക്കളിലേക്കാണ് അദ്ദേഹം ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു ദാഇക്കുണ്ടാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് പ്രബോധനത്തിൽ എന്തുണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്തെങ്കിലും ഓഹരികൾ ആഗ്രഹിക്കുക, അതല്ലെങ്കിൽ ആളുകളുടെ കയ്യടി ലഭിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ പോവുക, ആളുകളിലൊക്കെ നമ്മുടെ ഫാൻസായി മാറണം, അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, ആ രൂപത്തിൽ ഒരിക്കലും ഒരു പ്രബോധകൻ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. കഴിഞ്ഞുപോയ ഉലമാക്കളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നിലൂടെ ഒരു 4-5 ആളുകൾ ഒപ്പം നടക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും, അവർ വിലക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്റെ പിന്നിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഇങ്ങനെ നടക്കേണ്ടതില്ല. എന്നാൽ ഇന്ന് ചില ആളുകൾ അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല, അത് വെടിയേണ്ട ഒരു സ്വഭാവമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല സത്യസന്ധതയുടെ വിഷയത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദഅവത്തിന്റെ വിഷയത്തിൽ സത്യസന്ധതയുള്ള ആളാണ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, വലാ തളുന്ന അന്ന കലാമി ഹാദാ മുആതബത്തുൻ വകലാമുൻ അലൈക, നിങ്ങൾക്കെതിരെയുള്ളതാണ് എന്റെ സംസാരമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അല്ലാഹുവാണ് സത്യം, ഇന്നഹു നസീഹ, ഇതെന്താണ്, ഒരു ഉപദേശമാണ്, നിങ്ങൾ ഉപദേശമായിട്ട് എന്ത് ചെയ്യണം, കാണണം. അദ്ദേഹം ശിർക്ക് ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം പറയാണ്, ലാ തളുന്നു, നിങ്ങൾ വിചാരിക്കരുത്, അന്നൽ ഇഅ്തിഖാദ ഫി സ്വാലിഹീന മിസ്ലു സിനാ വസ്സരിഖ, ഒരാൾ വ്യഭിചരിക്കുന്നത് പോലെയും മോഷ്ടിക്കുന്നത് പോലെയുമാണ് ഷിർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ ഹുവ ഇബാദത്തുൻ ലിൽ അസ്നാം, മറിച്ച് ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഗ്രഹത്തെ ആരാധിക്കലാണ്, അത് കുഫ്റാണ്. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ മറ്റൊന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അദ്ദേഹം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യും, ആരെങ്കിലും തൗഹീദിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സുജൂദിലൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ഇന്നി അദ്ഉ ലക ഫീ സുജൂദി വ അൻത വ അബൂക അജല്ലുൻ നാസി ഇലയ്യ വ അഹബ്ബുഹും ഇൻദി, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിനക്കും നിന്റെ ഉപ്പാക്കും വേണ്ടി സുജൂദിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദുആയിരുന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഒരു പ്രബോധകൻ പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ആളുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം,
പ്രാർത്ഥിക്കണം. ആളുകൾ സ്വീകരിക്കാതിരിക്കുന്നതിൽ, ആളുകൾ ദീനിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്നതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല വിഷമം ഒരു പ്രബോധകന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. മറ്റൊന്ന്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹം ബാക്കിയുള്ള ആളുകൾ ഹിദായത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ സന്തോഷം ചെയ്യും അദ്ദേഹത്തിന് ഉണ്ടാകും. തൗഹീദ് മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ടായിരുന്നു. അതോടൊപ്പം അവസാനം നമ്മൾ ഈ ഒരു ദർസ് അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം, അദ്ദേഹത്തിന് കൃത്യമായ ഹിക്മത്ത് എന്ത് ചെയ്തിരുന്നു? പ്രബോധനത്തിൽ ഉണ്ടായിരുന്നു. ഹിക്മത്തില്ലാത്ത പ്രബോധനം എന്ത് ചെയ്യും? ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഹിക്മത്തില്ലാത്ത പ്രബോധനം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം എന്ത് പറഞ്ഞാലും അതൊക്കെ ആളുകൾ കാത്തുനിന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് അതൊക്കെ ഒരു വിഷയമായി കൊണ്ടു നടക്കാനാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സംസാരങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവിടെയാണ് ഒരിക്കൽ എന്ത് ചെയ്തു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഒരു മജ്ലിസ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ, സംസാരിക്കാൻ ലഭിച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റത് അദ്ദേഹം പറഞ്ഞു, ഒരു ഉമ്മ എന്ത് ചെയ്തു? വ്യഭിചരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സമയത്തിന് ആൾക്കാർക്ക് എന്ത് ചെയ്തു? ആകെ ആൾക്കാർക്ക് പരിഭ്രാന്തരായി. ഒരു ഉമ്മ വ്യഭിചരിക്കപ്പെടുകയെ എന്ന രൂപത്തിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയാണെന്ത്? ആളുകൾ ഔലിയാക്കളെ ആരാധിക്കുക, അതല്ലെങ്കിൽ അമ്പിയാക്കളെ ആരാധിക്കുക എന്നുള്ളത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാളും എന്താണ്? വലിയ തിന്മയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഏതിനെയാണ്? ഈ ഷിർക്കിനെയാണ് എന്ന് അദ്ദേഹം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഷെയ്ഖ്, അദ്ദേഹം ഒരു ഉസ്താദിൽ നിന്ന് പഠിച്ചിരുന്നു. ആ ഉസ്താദ് അല്ലല്ലാത്തവരെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ക്ലാസ് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി ചോദിക്കും, ഞാനൊരു സൂറത്ത് ഓതിത്തരട്ടെ എന്ന് ചോദിക്കും. ഓദിക്കോ എന്ന് പറയും. അങ്ങനെ ലീലാഫി ഖുറൈശ് എന്ന സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫല്യഅ്ബുദു ഹാദൽ ബൈത്ത്, ഈ വീടിനെ എന്ത് ചെയ്യാ? ആരാധിക്കുക എന്നോതും. അപ്പൊ ഉസ്താദ് പറയും, അല്ല, ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. വീണ്ടും ഓതും. മൂന്നാമത്തേതും ഓതും. മൂന്നാമത്തേതും ഷെയ്ഖ് തിരുത്തി കൊടുക്കും. ആ സമയത്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞത്, നിങ്ങളിപ്പോ എന്താ ചെയ്തത്? ഏറ്റവും അവസാനം അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാനിപ്പോ എന്താ ചെയ്തത്? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്തു? തൗഹീദ് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ വളരെയേറെ വലിയ ഒരു തിരക്കുകൾക്കിടയിലാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, പ്രബോധനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ചെറിയ സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദഅവത്തിന് വേണ്ടി അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ. ചില ആളുകൾക്ക് എന്തെങ്കിലും സ്റ്റാറ്റസ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലൈക്ക്, നിങ്ങൾ ഒരു നല്ല ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇതൊക്കെ എന്താണ്? പ്രബോധനത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്.